ചറപറ 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 ആരി വലിച്ച് കഴിച്ചിട്ടാണ് PCOD ഉണ്ടായത്. ഇറങ്ങി വീഴും. PCOD ഉള്ളവർക്കെല്ലാം വണ്ണമുണ്ടോ? ഒരു മുദ്ര കുത്തിയെന്ന് വെച്ചിട്ടുണ്ട്. കുശലാന്വേഷണം അങ്ങനെ ആയിപ്പോയി. വലിച്ചു വരി കഴിക്കും, മാസത്തിൽ ഒരിക്കൽ നൂഡിൽസ്. പ്രഷറാ, കിട്ടി അടിച്ചു പോയാലും പ്രശ്നമില്ല. കുഞ്ഞു കൊച്ചുങ്ങളല്ലേ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. ലേസ്, ചിപ്സ്, മിക്സ്ചർ. അയ്യോ ആ ഡോക്ടറുടെ കൊച്ച്. നിങ്ങൾ ഇതൊക്കെ പഠിച്ച ആൾക്കാരല്ലേ? PCOD എന്ന് കേട്ടാൽ വണ്ണം എന്നുള്ളതാണ് നമ്മുടെ പൊതുവെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണ്? അതായത് PCOD ഉള്ളവർക്കെല്ലാം വണ്ണമുണ്ടോ, അല്ലെങ്കിൽ വണ്ണമുള്ളവർക്കെല്ലാം PCOD ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഈ PCOD ആൾക്കാർക്ക് നമ്മൾ ഈ ഫിസിക്കലി ആയിട്ടുള്ള ഇഷ്യൂസിനേക്കാളും മെൻ്റൽ പ്രഷറാണ് സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കൂടുതലായിട്ട് കൊടുക്കുക. എന്ന് പറയുമ്പോൾ ഒരു മുദ്ര കുത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ PCOS ഉള്ളവർ ഭയങ്കര ലേസിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരാണ്, പിന്നെ ഒരുപാട് വലിച്ചു വരി കഴിക്കും. ചിലർക്ക് ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലർ പറയും എനിക്ക് ക്രേവിങ്സ് ആകുമ്പോൾ ഞാൻ ഷുഗർ കഴിക്കും എന്നൊക്കെ. അപ്പോൾ പറയാം അവർ ഒരുപാട് വാരി വലിച്ച് കഴിക്കും, ഒരു അടുക്കും ചിട്ടയില്ലാത്തവരാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ധാരണയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ വാരി വലിച്ച് കഴിച്ചിട്ടാണ് PCOD ഉണ്ടായത്, അതാണ് പറയുന്നത്. അതെ, മാത്രമല്ല അത് വെയിറ്റ് കൂടുന്നതും അതുകൊണ്ടെന്നാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോ സംസാരിക്കും, പക്ഷെ അങ്ങനെ ഒരാൾക്ക് അത് കേൾക്കുമ്പോൾ ഉള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. ഓൾറെഡി അതെ, ഞാൻ ഈ ഡയറ്റ് കൗൺസിലിംഗ് ആണ് ആദ്യം ചെയ്യാറുള്ളത് എപ്പോഴും. അപ്പോൾ ഈ ഡയറ്റ് കൗൺസിലിംഗ് ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞതുപോലത്തെ നമുക്ക് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നതിനേക്കാളും നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത്, ആർക്കും മനസ്സിലാവില്ല. ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസും കൊണ്ടാണ് ഈ വെയിറ്റ് ഗെയിൻ ഇങ്ങനെ വയ്ക്കുന്നുള്ളത് അറിയാമെങ്കിലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. എങ്ങനെ ഇവരെ ഈ ഒരു രീതിയിൽ പറയാം എന്നുള്ളത് അപ്പോൾ തന്നെ പല ആൾക്കാരും മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. സോ ഇതുകൊണ്ട് തന്നെ പല ആൾക്കാരും ക്രാഷ് ഡയറ്റിലോട്ട് പോയി ചാടുന്നത് ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ അപ്പം ഞാനിങ്ങനെ പറയുമ്പോഴും അവർ പറയും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ എൻ്റെ കിഡ്നി അടിച്ച് പോയാലും പ്രശ്നമില്ല, എനിക്ക് വണ്ണം കുറച്ച് സ്ലിം ആയിട്ടിരിക്കണം. പ്രത്യേകിച്ചും റീസെൻ്റ് ആയിട്ട് വരുന്ന മാരേജ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ തന്നെ ഫാമിലി ഫംഗ്ഷൻസ്, ചിലർക്ക് സോഷ്യലി ഐസൊലേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫംഗ്ഷൻസിനും പാർട്ടീസിനൊന്നും പോവില്ല, സോഷ്യലി കണക്റ്റഡ് അല്ല. കാര്യം എവിടെ പോയാലും ആൾക്കാർ ഇങ്ങനെ പറയും. പിന്നെ ഇത് മാത്രമല്ല, ആക്നെ ഇഷ്യൂസ് വരാം, PCOS ആക്നെ ഇഷ്യൂസ്, പിന്നെ ഹെയർ ഗ്രോത്ത്. സോ ഇതിനെല്ലാം ഷെയ്മിങ്ങും ബ്ലെയിംസുകളാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് അവരെ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി അവരാണ് സഫർ ചെയ്യുന്ന മാറാൻ. ആക്ച്വലി അവരെ കാണുന്ന ആൾക്കാരാണ് കുറച്ചുകൂടെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പൊ തന്നെ ഒരു പകുതി പ്രശ്നം മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആരെയും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വിഷമിപ്പിക്കാതിരിക്കുക. പേരൻസ് ആണെങ്കിലും ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് അയ്യോ നീ തടി വെച്ചല്ലോ അത് ഫസ്റ്റ് പറയണത്. കുശലാന്വേഷണം അങ്ങനെ ആയിപ്പോയി. അത് നമ്മുടെ നേരെ തിരിച്ചുണ്ട്. നമ്മൾ വണ്ണം വെച്ചാല് മെലിഞ്ഞാലും തിരിച്ച് അങ്ങനെ തന്നെ പറയും. എന്തെങ്കിലും അസുഖമുണ്ടോ? ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ, അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ വല്യമ്മയുടെ കേസ് എന്റെ പറയാ എന്താ വണ്ണമൊന്നും വെക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു എന്റെ അടുത്ത് ചോദിക്കുക. അല്ല അപ്പൊ ഞാൻ പറയും നോ കമന്റ്. മീൻസ് ചില ആൾക്കാരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചിരിക്കുക, മൂവ് ഓൺ ചെയ്യുക, അതെ, അല്ലെങ്കിൽ ടാറ്റ പറയുക, മൂവ് ഓൺ ചെയ്യുക, സ്ഥലത്തുനിന്ന് മാറി. നമ്മൾ ഈ PCOS ഉള്ളവർക്ക് ചിലർക്ക് ചില സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജി ട്രീറ്റ്മെന്റിൽ ഡിപ്രഷൻ, സ്ട്രെസ്സിന്റെ ഒക്കെ മെഡിസിൻ ഇങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഞാനിങ്ങനെ പറയും ഇതൊക്കെ നിങ്ങൾ ആ ചെവി കൂടെ കേട്ടാൽ നിങ്ങളുടെ കാര്യം നോക്കി ജസ്റ്റ് മൂവ് ചെയ്യാം, പക്ഷെ അവർക്കത് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹാണ്ട് ചെയ്യും. അവരുടെ ആ കണ്ടീഷൻ വേഴ്സ്റ്റ് ചെയ്യാൻ ഇതുപോലെ ആരുടെയെങ്കിലും ഒരു വേർഡ് മതി അവരുടെ കണ്ടീഷൻ മോശമാവാൻ. സോ അതുകൊണ്ട് ഇതാണ് നമ്മുടെ PCOSകാരെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ. സോ ഈ തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവരും മാറ്റുക, അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കുക. പിന്നെ മൂഡ് സ്വിങ്സ് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അത് പല ഹസ്ബൻഡ്സ് പറയും ഓ എപ്പോഴും ചിലർ പറയേ, ചില ഹസ്ബൻഡ്സ് പറയും പീരീഡ്സിന്റെ മൂഡ് സ്വിങ്സ് പറയും, അതിന്റെ കൂടെ ഇപ്പൊ PCOSന്റെ മൂഡ് സ്വിങ്സ്. അപ്പൊ ഇപ്പൊ എന്താ ഒരു കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ രണ്ടും കൂടെ അപ്പൊ ഇനി ഒന്നും ആവാലോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. പക്ഷെ അങ്ങനെ അല്ല, ഉള്ളതാണ് PCOSന്റെ മൂഡ് സ്വിങ്സ് ഉള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഈ പറയുന്നത് പിന്നെ ചിലവര് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാറുണ്ട്. മനസ്സിലായി, നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാത്തിലും നെഗറ്റീവ് പോസിറ്റീവ് പീപ്പിൾസ് ഉണ്ട്. സോ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി പോയി. മാം അപ്പോൾ ഈ PCODയും ഒബീസിറ്റിയും രണ്ടും ഉള്ള ടീനേജേഴ്സിനെ എങ്ങനെയാണ് മാം യൂഷ്വലി മാനേജ് ചെയ്യാറ്? ന്യൂട്രീഷണലി മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ടീനേജേഴ്സിന് നമുക്ക് സ്ട്രിക്റ്റ് ഡയറ്റ് വേണ്ട. അപ്പോൾ പല പാരന്റ്സ് ആയിരിക്കുമല്ലോ ടീനേജുകാരെ കൊണ്ടുവരിക. അപ്പോൾ പ്രഷറാ,
എനിക്ക് ചില ഞാൻ അങ്ങനെ പാരൻസിന് അങ്ങനെ ചെയ്യുന്നതല്ല, പക്ഷെ പലരും ഇങ്ങനെ കുഞ്ഞിനെ അവിടെ കൊണ്ടിരുത്തും, ഒരു സൈഡിൽ എൻ്റെ അടുത്ത് കൊണ്ടിരുത്തും. പാരൻസ് നേരെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ഈ ഒരു ലിസ്റ്റ് എഴുതി വെച്ചതുപോലെ ഇങ്ങനെ ചെറുപറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയും. വെള്ളം കുടിക്കാറില്ല പലതും പറയും, ചോക്ലേറ്റ് അവരുടെ കൺസേൺസ് ആണ് അവർ പറയുന്നത്. പക്ഷെ അത് ഇത് ചില പാരന്റ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇരിക്കുന്ന അവർക്കും അത് ആ കുഞ്ഞിന് ഭയങ്കര ഡിസ്കംഫേർട്ടും മനസ്സിലായോ എന്ന് വെച്ചാൽ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞ് ഡിമോട്ടിവേറ്റഡ് ആണ്, എന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ബാലൻസിങ് ആണ്. എന്ന് വെച്ചാൽ ഇവർക്കൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉറക്കം നല്ല കറക്റ്റായിട്ടല്ലെന്നുണ്ടെങ്കിൽ ഉറക്കം നമ്മൾ ശീലിപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് സ്ട്രെസ് അധികം കൊടുക്കാണ്ടിരിക്കുക, എന്ന് വെച്ചാൽ അവർക്ക് സ്ട്രെസ് ഇല്ല, നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. പിന്നെ ഡീഹൈഡ്രേഷൻ ആവാതിരിക്കുക, വെള്ളം കറക്റ്റായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സ്നാക്സ് ഉണ്ടല്ലോ, സ്നാക്സ് കഴിക്കുന്ന ഒരു ഏജ് ആണല്ലോ ഈ ടീനേജ്, അതിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമുക്ക് പാരൻസിന് വീട്ടിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ലേസ്, ചിപ്സ്, മിക്സ്ചർ ഇതൊക്കെ കഴിക്കുകയാണ്, അതിന് പകരം നമുക്ക് റോസ്റ്റഡ് മഖാനയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സോ, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാമാർട്ടിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. അതെ, റാഗിയുടെ ചിപ്സ് ഒക്കെ, പിന്നെ റാഗി മില്ലറ്റിന്റെ ഒക്കെ നമുക്ക് പാസ്ത നൂഡിൽസ് ഒക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ പല സാധനങ്ങളും കിട്ടും. അപ്പൊ നമുക്ക് ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ ഈ പിക്കി ഈറ്റേഴ്സിന് ഇത് പാടാ. ഇപ്പം എൻ്റെ മോളുടെ കാര്യം വെച്ചിട്ട് എനിക്കറിയാം, ഭയങ്കര പിക്കിയാണ്, എല്ലാം ഒന്നും കഴിക്കത്തുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ ലേസ് വാങ്ങിത്തരാം, അങ്ങനെ മാസത്തിൽ ഒരിക്കൽ ലേസ് വാങ്ങിക്കൊടുക്കും, മാസത്തിൽ ഒരിക്കൽ നൂഡിൽസ്. അപ്പോൾ ഇതായിട്ട് ഇപ്പം കുഴപ്പമില്ല. മറ്റേ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് ഇത് കാണുമ്പോൾ അത് വേണം. കുഞ്ഞു കുട്ടിയാണ്, നമ്മൾ എത്രത്തോളം വേണ്ടെന്ന് പറയാം, എത്ര നോ പറയും, അങ്ങനെ ഒരുപാട് നോയും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ ശീലിപ്പിച്ചേക്കുന്നുണ്ട്, കുഴപ്പമില്ല, അതിൻ്റെ മുന്നോട്ട് പോകുന്നുണ്ട്. സോ കറക്റ്റാ. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ വേണ്ടത് ഈ പറയുന്നത് പോലെ ഒരു റൂൾ പോലെ അങ്ങ് ഫിക്സ് ചെയ്യാം. മീൻസ് വീക്ക്ലി വൺസ് ആണെങ്കിൽ മന്ത്ലി വൺസ് ആണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളൊരു റൂൾ ഫിക്സ് ചെയ്യാം. ഡേറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആ ഡേറ്റ് ആവാൻ നോക്കി ഇരിക്കും. അപ്പൊ എന്നോട് ഇങ്ങനെ എല്ലാരും പറയും, ഇതിങ്ങനെ എന്തൊരു ദുഷ്ടയാണ്, എന്തൊരു ദുഷ്ടത കാണിക്കുന്നത്, കുഞ്ഞു കൊച്ചുങ്ങളല്ലേ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും, ഇങ്ങനൊക്കെ പറയും. അപ്പൊ ഞാൻ ആലോചിക്കും, ഈ പറയുന്നത് എന്റെ കൊച്ചിനൊരു അസുഖം വന്നാൽ സഫർ ചെയ്യേണ്ടത് ഞാനും എന്റെ കൊച്ചും അല്ലേ? ഈ പറയുന്നവരവിടെ നിന്ന് അപ്പോഴും പറയും, അയ്യോ പാവം, അയ്യോ ആ ഡോക്ടറുടെ കൊച്ചായിട്ട് പോലും അതിനെ ഇങ്ങനെ വന്നു, അങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നത്. ഈ പറയുന്നതൊക്കെ മാറും. നമ്മൾ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, നമ്മളിപ്പോ ക്യാഷ് ആയിട്ടും സ്റ്റഡി ആയിട്ടും നമ്മളെല്ലാം നമ്മുടെ 100% കൊടുക്കും. നമ്മൾ എന്തുകൊണ്ട് ഹെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യും? അതാ, ഹെൽത്ത് ആണ് വേണ്ടത്. നമ്മൾ ആ കുഞ്ഞിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് നമ്മൾ ഈ ലേസും ഫ്രൂട്ടി കാർബണേറ്റ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മൾ അപ്പോഴത്തെ ഒരു ഹാപ്പിനെസിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഇത് കൊടുത്ത് അവരെ സ്നേഹിക്കും. ഇതിന്റെ എഫക്ട് അവരവിടുത്തെ സെക്കൻഡ് ഫേസിലോ തേർഡ് ഫേസിലോ ആണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അവര് നേരെ തിരിച്ച് നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, എനിക്കിതെല്ലാം വാങ്ങി തന്നതിന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നോ, ഞാൻ കുഞ്ഞല്ലായിരുന്നോ, എനിക്കറിയത്തില്ലായിരുന്നല്ലോ, അപ്പൊ നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കും. കുട്ടികൾ ചോദിക്കും. പിന്നെ ഞാൻ എന്റെ അമ്മയോട് ഇപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ കാലിന്റെ ഒരു നഖം മോശമായി പോയി 4th പഠിക്കുമ്പോ. അപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ അമ്മയോട് പറയും, അമ്മ ശ്രദ്ധിക്കാണ്ട് എന്റെ കാലിന്റെ നഖം ഇങ്ങനെ ആയിപ്പോയെന്ന്. അല്ല, എന്റെ അമ്മയോട് ഞാൻ തിരിച്ച് ബ്ലെയിം ചെയ്യാം. എനിക്ക് കോഫിയില്ല ചായ കുടിക്കുമായിരുന്നു. അതെൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം വരെ, ഞാൻ ഡിഗ്രിയിലോട്ട് കയറുന്നത് വരെ അമ്മ എന്നെ കുടിപ്പിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അതും ഇത്രയുള്ള കപ്പൊന്നും അല്ല, നേരത്തെ 250 ഒന്നല്ല, 500 ml ഇത്രയും ഒരു വലിയ കപ്പില് എന്റെ അമ്മ പ്രഷർ ചെയ്ത്, ഇത് കുടിച്ചില്ലെങ്കിൽ നീ തലകറങ്ങി വീഴുമ്പോൾ തന്നെ എന്നെ പേടിപ്പിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ കുടിക്കും. അമ്മ എന്താ ആ പാലെങ്ങനെ ഉള്ളിൽ ചെല്ലട്ടെ എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ഡിഗ്രി ആ ഒരു സമയം ആയപ്പോഴൊക്കെയാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫീൽഡിലോട്ട് വന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഏറ്റവും മനസ്സിലായത്. പിന്നെ ഞാൻ പതുക്കെ, എനിക്ക് ഭയങ്കര സമയം എടുത്തു ആ സമയത്ത് ഇത് കുറയ്ക്കാനായിട്ട്. കാര്യം ഒരുപാട് കൺസ്യൂം ചെയ്തുകൊണ്ട്. അത് എൻ്റെ അമ്മയോട് ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ കുഞ്ഞ് 3.5 വയസ്സായി, ഇതുവരെ അവള് ടീ കോഫി കുടിച്ചിട്ടേ എന്റെ കുഞ്ഞിനും. സോ എന്റെ അമ്മ അത് പറയും, ഞാൻ കൊടുത്തിട്ടില്ല എന്റെ അഡിക്ഷൻ കാരണം. അതാ നല്ലത്. ഞാനൊരു വർക്ക് ആയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മെയ്ഡ് മോന് കൊടുത്തോണ്ടിരിക്കുക ചായ. ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. എനിക്ക് ചായ അങ്ങനെ കുഞ്ഞിൽ എത്ര കൊടുക്കാവോ എനിക്ക് അറിയില്ല. കൊടുക്കരുത്. എന്റെ ഭാഗ്യത്തിന് അവർക്ക് അത് ഇഷ്ടവുമല്ല. കൊറേ കാര്യം എനിക്കും ഇഷ്ടമില്ലായിരുന്നു കുഞ്ഞിലെ തന്നെ. എല്ലാരും കുടിക്കും വീട്ടില്, പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമില്ല. അത് ശരിയാ, നമ്മൾ ശീലിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. അത് എന്റെ കുഞ്ഞിപ്പോ പുറത്തൊക്കെ പോകുമ്പോഴേ വേറെ നമ്മളെ റിലേറ്റീവ്സിന് വേണ്ടി ഇപ്പം അവർ ടീ കോഫി ഒക്കെ തരുമ്പോൾ ഞങ്ങൾ എല്ലാരും കുടിക്കും. പക്ഷെ അവൾക്ക് കൊടുക്കുമ്പോൾ അവള് വേണ്ടെന്ന്. എന്റെ കുട്ടി കോള
കോള കുട്ടിക്കാലം തൊട്ടേ കൊടുത്തിട്ടില്ല, കോള പെപ്സി അങ്ങനെയുള്ളതൊന്നും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഇപ്പോൾ നീട്ടിയാലും ആരെങ്കിലും കൊടുത്താലും അവൾ കുടിക്കൂല, വേണ്ടാന്ന് പറയും. അതെന്തോ ഞാൻ അവൾക്ക് ഇങ്ങനെ പറഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിച്ചാലുള്ള ബുദ്ധിമുട്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് അവൾക്ക് മനസ്സിലായി. ഇപ്പം അത് എന്തോ ഭാഗ്യത്തിന് പ്രൗഡ് ആക്കുന്ന മൊമെന്റ്സ്. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കി കൂട്ടത്തിരിക്കുകയാണ്, അപ്പൊ മാറിയിരിക്കും, ഞാൻ കാണാതെ അവള് കുടിക്കുന്നുണ്ട്, പക്ഷെ കൊണ്ട് കൊടുത്തിട്ടും വേണ്ടാന്ന് പറഞ്ഞു. ഞാനങ്ങ് പറഞ്ഞ ഭയങ്കര അച്ചീവ്മെന്റാ. എനിക്കിങ്ങനെ എന്റെ ഡിഗ്രി ഒക്കെ കിട്ടുന്നതിനേക്കാളും വലിയ എനിക്ക് എന്തോ ഒരു സന്തോഷമാണോ, ഞാൻ എന്തോ നേടി എന്നുള്ളൊരു സന്തോഷം. ലേസിലൊക്കെ പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ അവള് അപ്പുറം ഇപ്പുറം എല്ലാം വീടുകളിൽ പോകും, അവിടെ നിന്നാണ് ഈ ലേസ് ഞാൻ വാങ്ങിക്കൊടുത്ത എല്ലാം അവള് കഴിച്ചത്. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാര് കൊടുത്ത് അവൾക്ക് ആ ടേസ്റ്റ് മനസ്സിലായി, അത് ഇഷ്ടപ്പെട്ടു പോയി. സോൾട്ട് കണ്ടന്റ് ആണ് ഭയങ്കര ടേസ്റ്റ് തോന്നിപ്പിക്കും. അതെ അതെ, കുട്ടികൾക്ക് മിക്സറും ഇതുപോലത്തെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. മീൻസ് ഈ ഫാറ്റും അതുപോലെ സോഡിയവും രണ്ടും ഒരുമിച്ച് വരും. ആ പറയുന്ന കാറ്റഗറി എല്ലാം തന്നെ നമ്മുടെ ഈ ഹൈപ്പോതൈറോയിഡിസത്തിനും അതുപോലെ നമ്മുടെ ലിപ്പിഡ് നമ്മുടെ ട്രൈഗ്ലിസറൈഡ് അതുപോലെ ഫാറ്റി ലിവർ നമ്മുടെ PCOS ഇതിനെല്ലാം ഭയങ്കര വേഴ്സ്റ്റ് ആക്കും നമ്മുടെ കണ്ടീഷൻസ്. സോ അതുകൊണ്ട് ഇതെല്ലാം മാനേജ്. ആരെങ്കിലും മിക്സർ 15 ഗ്രാം കഴിച്ചിട്ട് നിർത്തും? കറക്റ്റാ. അല്ല, പലരും പറയും മിക്സർ ഇത്രയ്ക്ക് ഭീകരണമാണോ. ഞാൻ പറയും 15 ഗ്രാം നിങ്ങൾ കഴിക്കുക, അത് ആരെ കൊണ്ട് കഴിക്കാൻ പറ്റും, ഈ 1 സ്പൂണ് വരത്തുള്ളൂ. സോ നമ്മൾ ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ഹാബിറ്റ്സ്. അതുപോലെ പീനട്ട് നല്ലതാ, പക്ഷെ സോൾട്ട് ചേർന്ന് വരുന്ന റോസ്റ്റഡ് പീനട്ട് ഇല്ലേ, അത് കഴിച്ചു കഴിയുമ്പോഴും സെയിം ഇതുപോലെ ഫാറ്റ് കയറും. എന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് ഗ്രാമിൽ നിന്ന് തന്നെ ഒരുപാട് ഫാറ്റാണ് കയറുന്നത്, ബൾക്കി. സോഫ്റ്റ് ഡ്രിങ്ക്സിന് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് ബൾക്കായിട്ട് ഷുഗർ ലോഡ് പോകുന്നത്. സോ ഇതാണ് ഇങ്ങനത്തെ സ്നാക്സിൽ വരുന്ന ഒരു വലിയ ഒരു ഡെപ്പോസിഷൻ.